ഇന്ന് വൈകുന്നേരമായപ്പോൾ എൻ്റെ വാവുച്ചിക്കൊരു ആഗ്രഹമാണ് കേട്ടോ. വൈകുന്നേരത്തെ വിളക്ക് വയ്ക്കൽ അവൾ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ സാമി റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ദേ കുളി കഴിഞ്ഞിട്ട് ആളെത്തിയിട്ടുണ്ട് വിളക്ക് വയ്ക്കാൻ. വിളക്ക് വയ്ക്കാൻ പോയിട്ട് നേരെ എടുത്തത് എണ്ണക്കുപ്പിയാണ് കേട്ടോ. അപ്പോൾ എണ്ണ എടുത്ത് മുഴുവനായിട്ട് കമഴ്ത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ അതൊക്കെ എടുത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തീപ്പെട്ടി എത്ര വരതിയിട്ടും കത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ വീട്ടിലുള്ള ട്രോഫികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വീട്ടിലെല്ലാവരും ഫുട്ബോൾ കളിയുടെ ഫാൻസാണ് കേട്ടോ. അനിയനും ചേട്ടനും അപ്പുവേട്ടനും എല്ലാവരും ഫുട്ബോൾ കളിക്കും. കൂടുതലും അനിയൻ അതിൻ്റെ അഡിക്റ്റാണ്. വിഷ്ണു എന്നാണ് പേര്. അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും കേട്ടോ. ഓരോ ടീം വിളിച്ചാലൊക്കെ പോയി കളിക്കാനൊക്കെ പോകാറുണ്ട്. അവന് കിട്ടിയതാണ് ആ സാമി റൂമിൻ്റെ അവിടെ ഇരിക്കണതും ആ ഷോക്കേസിലുള്ളതൊക്കെ. അങ്ങനെ എൻ്റെ വാവച്ചി തീപ്പെട്ടിയൊക്കെ കരുതി വിളക്ക് കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നാമൊക്കെ ചൊല്ലി പുറത്തേക്ക് വന്നു കേട്ടോ. നന്ദൂസ് വരുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് പോയതാണേ. അനിയൻ അവനെയും കൊണ്ടാണ് കേട്ടോ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നത്. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ കെട്ടി കുറച്ച് നേരം നന്ദൂസിൻ്റെ കൂടെ കളിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ അവരെല്ലാവരും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് നിന്നു കേട്ടോ, മൂന്നാളും കൂടിയിട്ട്. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടി പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. നന്ദൂസിനെയും വീട്ടിലേക്ക് കൊണ്ടാക്കണമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് പോയിട്ടാ. വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേരും പുറത്തുണ്ടാവും കേട്ടോ. ഇതേ കണക്ക് നാളെ, അതായത് സൺഡേ, ആരും ഈ സമയത്ത് പുറത്ത് കാണില്ല കേട്ടോ. വൈകുന്നേരം വിളക്ക് വെച്ചാൽ എല്ലാവരും വീടിനകത്തായിരിക്കും. മൺഡേ സ്കൂളുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ തിരക്കിലായിരിക്കും കേട്ടോ. പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കുറേ നേരം പിള്ളേരെല്ലാവരും കൂടിയിട്ട് കളിക്കുന്നത് കണ്ടു നിന്നു കേട്ടോ. കളിക്കണത് റോട്ടിലായതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്. ഒരു 6:30 ആയപ്പോൾ അപ്പുവേട്ടൻ പണി മാറ്റി വന്നു കേട്ടോ. അനിയൻ വന്നാലും അപ്പുവേട്ടൻ വന്നാലും അവൻ ആ വണ്ടിയിൽ കയറി ഒന്ന് ഞങ്ങളുടെ വീട് വരെ വരണം കേട്ടോ. ചേച്ചി പറഞ്ഞു വല്യച്ഛൻ വരുമ്പോൾ കുഴിമന്തി കൊണ്ടുവരും, നിങ്ങളിവിടെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ വാവച്ചു എല്ലാ ദിവസം അവിടെ നിന്നു കേട്ടോ. ഞാനും ചേട്ടനും നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ.